അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മജ്ലിസിലേക്ക് പോയെങ്കിൽ എവിടെയാണോ മജ്ലിസ് ലാസ്റ്റായത് അവിടെ ദയിക്കും. അല്ലാണ്ട് സീത പോയിട്ട് മുന്നോട്ട് ദയിക്കേണ്ട വിഷയമില്ല. ചിലപ്പോൾ മജ്ലിസ് തുടങ്ങിയിട്ടുണ്ടാവും, അപ്പോൾ തുടങ്ങിയപ്പോൾ മനുഷ്യന്മാരെല്ലാം ദച്ചിട്ടിക്കും. എവിടെ ആയിട്ട് ലാസ്റ്റ് അവിടെ പോയി ലാസ്റ്റ് പോയി ദയിക്കും. അല്ലാണ്ട് സീത പോയിട്ട് മുന്നോട്ട് ദയിക്കല. ആരെങ്കിലും വന്ന് ക്ഷണിച്ചു കൊണ്ടുപോയെങ്കിൽ മാത്രമേ പോകൂ. അല്ലാണ്ട് സീത പോയിട്ട് മുന്നോട്ട് ദയിക്കേണ്ട ആ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد, سيدنا رسول الله صلى الله عليه وسلم തങ്ങൾ മുത്തുനബിയുടെ ചില ആദത്ത്, മുത്തുനബിയുടെ ഒരു ആദത്ത് എന്തെല്ലാം അതായിട്ട് ഇവിടെ ഞങ്ങൾ പഠിക്കുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മജ്ലിസിൽ പോയെങ്കിൽ ആ മജ്ലിസിൽ നിന്ന് തിരിച്ചു പണ്ടെടുത്തോളം ദിക്ർ ചൊല്ലിക്കൊണ്ടേ ഉണ്ടാവും മജ്ലിസിൽ. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മജ്ലിസിലേക്ക് പോയെങ്കിൽ എവിടെയാണോ മജ്ലിസ് ലാസ്റ്റായത് അവിടെ ദയിക്കും. അല്ലാണ്ട് സീത പോയിട്ട് മുന്നോട്ട് ദയിക്കേണ്ട വിഷയമില്ല. ചിലപ്പോൾ മജ്ലിസ് തുടങ്ങിയിട്ടുണ്ടാവും, അപ്പോൾ തുടങ്ങിയപ്പോൾ മനുഷ്യന്മാരെല്ലാം ദച്ചിട്ടിക്കും. എവിടെ ആയിട്ട് ലാസ്റ്റ് അവിടെ പോയി ലാസ്റ്റ് പോയി ദയിക്കും. അല്ലാണ്ട് സീത പോയിട്ട് മുന്നോട്ട് ദയിക്കല. ആരെങ്കിലും വന്ന് ക്ഷണിച്ചു കൊണ്ടുപോയെങ്കിൽ മാത്രമേ പോകൂ. അല്ലാണ്ട് സീത പോയിട്ട് മുന്നോട്ട് ദയിക്കേണ്ട ആ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ ആരെങ്കിലും ഹബീബായ തങ്ങൾക്ക് ദ്രോഹാക്കിയെങ്കിലോ അങ്ങക്ക് മുത്തുനബി നല്ലത് ആക്കി കൊടുക്കും, മാഫാക്കി കൊടുക്കും. മുത്തുനബിന്റെ സ്വഭാവം അതാണ്. അതേപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗികളെ സന്ദർശിക്കും, പാവത്തങ്ങളെ ഭയങ്കരമായി ഇഷ്ടപ്പെടും. അങ്ങനൊട്ടുകൂ സുമാർ ടൈം ചെലവഴിക്കും. അതേപോലെ അവരുടെ ജനാസകൾ സാക്ഷിയാകും. ജനാസ മയ്യത്ത് മരിച്ചെങ്കിൽ അവിടെ പോയി സാക്ഷിയാകും. അതേപോലെ ദരിദ്രനെ അവന്റെ ദാരിദ്ര്യം കാരണം എന്താക്കൂല, പാവപ്പെട്ട ഭയങ്കരമായി ദാരിദ്ര്യമുണ്ട്, ദാരിദ്ര്യം കാരണം ഞങ്ങൾ എന്താക്കൂല, നിന്ദിക്കുകയില്ല, തമാശാക്കുകയില്ല. അതേപോലെ ഭയങ്കരമായ പൈസയുള്ള അധികാരികളെ, പൈസ ഇന്ന കാരണങ്ങളെ ബഹുമാനിക്കുകയില്ല. എല്ലാവരും സേമാണ്. ലഭ്യമായ അനുഗ്രഹം, അതായത് അള്ളാഹു എത്രയാണോ അനുഗ്രഹം കൊടുത്ത്, അത് ചെറിയതാണെങ്കിലും അത് വലിയതാണെങ്കിലും കൃത്യമായി അതിനെ ബഹുമാനിച്ച് അള്ളാഹുക്ക് ശുക്ർ ചെയ്യും. ഒരു ഫുഡുടെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറവ് ചെന്നിട്ടില്ല. ഇഷ്ടമെന്നെങ്കിലും തിന്നും, ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറയും. അതേപോലെ അയൽവാസികളെയും അതിഥികളെയും ആദരിക്കുന്ന ഏറ്റവും സ്വഭാവമുള്ള ആളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിഥികളെ ബഹുമാനിക്കും, മുട്ടത്തൗത്രങ്ങളെ ബഹുമാനിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് അധിക സമയത്തും എപ്പോഴും പുഞ്ചിരിയാണ്, എപ്പോഴും ചിരിച്ചുകൊണ്ടേ ഉണ്ടാവും. കാണുമ്പോൾ തന്നെ സംസാരിക്കാൻ തോന്നും. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പുകൾ തുന്നും, വസ്ത്രങ്ങൾ കഷ്ണം വെച്ച് ഉപയോഗിക്കാറുണ്ട്. എപ്പോഴും ഭയങ്കര പോഷല്ല. ചെറുപ്പെങ്കിൽ പൊട്ടിപ്പോയാൽ മുത്തുനബി സ്വന്തം കൈ കൊണ്ട് തുന്നിയിട്ട് അതിനെ ഇടും. അതേപോലെ ഡ്രസ്സ് ചിലപ്പോൾ എന്താക്കും, പറഞ്ഞു പോയെങ്കിൽ വേറെ ഒരു കണ്ട വെച്ചിട്ട് എന്താക്കും, തുന്നിയിട്ട് അതും ധരിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒട്ടകത്തിലും ചിലപ്പോൾ കഴുതയിലും കുതിരയിലും യാത്ര ചെയ്യാറുണ്ട്. പിന്നിൽ തൻ്റെ അടിമകളെയോ മറ്റുള്ളവരെയോ ചിലപ്പോൾ എന്താക്കും, ആരെങ്കിലും പോണ്ടങ്ങളെ കയറ്റും. ഇവിടെ കാറിൽ പോകുമ്പോൾ പാവപ്പെട്ടവരിങ്ങനെ നടന്നുകൊണ്ട് പോകും. അപ്പൊ അവരെന്താകാ കയറ്റിയിട്ട് അങ്ങനെ ജാഗയ്ക്ക് പോയിട്ട് എത്തിക്കാൻ നല്ല സ്വഭാവമാണ്. അതേപോലെ മുത്തുനബിന്റെ വാഹനം കുതിര, അതിന്റെ മുഖം എപ്പോഴും എന്താക്കും, മുത്തുനബി സ്നേഹം കൊണ്ടിങ്ങനെ തടവും. അപ്പൊ നമ്മളെ വാഹനങ്ങളെ, ഞങ്ങളെ വണ്ടി, ഞങ്ങളതെല്ലാം എന്താക്കണം, അതിനെ സ്നേഹിക്കണമെന്നായിട്ട്. കാരണം ഞങ്ങളെ നല്ല രീതിയിൽ അത് കൊണ്ടുപോവുകയാണ്. അപ്പൊ അതിനെ നല്ല കഴുകി വൃത്തിയാക്കി സ്നേഹിക്കണം അതിനെ.
ഇഷ്ടപ്പെടുന്ന വല്ലതും ലഭിച്ചാൽ, എന്തെങ്കിലും ഇഷ്ടമുള്ളത് മുത്തുനബി കിട്ടിയെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നും, എന്തെങ്കിലും ഇഷ്ടമില്ലാതെ വല്ലതും ചിലപ്പോൾ കിട്ടിയെങ്കിൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നും പറയും. എപ്പോഴും ചിലപ്പോൾ യാറെ സമയം കിബിലക്ക് മുന്നിട്ടായിരിക്കുക, എപ്പോഴും യാറെ ടൈം മുത്തുനബി എന്താ കിബിലക്ക് തിരിഞ്ഞിട്ടേയിരിക്കും. ദിക്റും നിസ്കാരം അധികരിപ്പിക്കും. സംസാരം യാറെ പളക്ക പറഞ്ഞുകൊണ്ടിരിക്കുക, അതില്ല, കൊറോടി സംസാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും വേളാസയും നോമ്പനുഷ്ഠിക്കും. മാസത്തിൽ തിങ്ങത്തിന് 3 ദിവസവും നോമ്പനുഷ്ഠിക്കും. അയ്യാമുൽ ബീദ് ചൊല്ലും. 13 പോണാള് 15 ആ നാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ കണ്ണുകൾ മാത്രമേ ഉറങ്ങാറുള്ളൂ. മുത്തുനബി ഉറങ്ങുന്നെന്ന് പറഞ്ഞാൽ കണ്ണ് മാത്രം. മുത്തുനബിന്റെ ഹൃദയം ഉറങ്ങാറില്ല. അള്ളാഹുവിൽ നിന്നുള്ള വഹീനെ പ്രതീക്ഷിച്ചു കൊണ്ടാണത്. എപ്പോ അള്ളാഹുവിന്റെ വഹീ പണ്ടെന്ന് അറിയില്ലല്ലോ, അപ്പൊ അതിനിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. മുത്തുനബി ഉറങ്ങുന്ന പറഞ്ഞാൽ കണ്ണ് മാത്രം ചുമിട്ടുണ്ടാവും, ഹൃദയം എപ്പോഴും ഉറങ്ങാറില്ല. ഉറങ്ങുമ്പോൾ ശ്വാസം വലിക്കാറുണ്ട്. അതേസമയം ഗൂർക്ക വലിക്കാറില്ല, ശ്വാസം ഇങ്ങനെ നല്ല ശ്വാസം വലിക്കും. ഞമ്മാക്കുന്ന ഗൂർക്കുണ്ട്, അതൊന്നുമില്ല, ഗൂർക്കൊന്നും ഉണ്ടാവൂല. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി, ആദത്ത് ഇങ്ങനെയാണ്. അല്ലാഹുവേ, ആ ഹബീബിനെ പിൻപറ്റി ജീവിച്ച് മുത്തുനബിയോടൊപ്പം സ്വർഗത്തിലെത്താൻ അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ അല്ലാഹ്.